ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇവിടെ ഇത് ഏരിയയും വോളിയുമായിട്ടുള്ള ഡിഫറൻസ് ഒന്ന് നോക്കാമേ. എന്താണ് ഏരിയ, എന്താണ് വോളിയം? അപ്പോൾ ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ആണെങ്കിൽ നമുക്കറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണെന്ന് അറിയാം അല്ലേ. എന്ന് വെച്ചാൽ ഇവിടെ എത്ര യൂണിറ്റ് സ്ക്വയേഴ്സ് ഉണ്ടെന്നാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. ഞാൻ ഒന്ന് ചെറുതായിട്ട് വരച്ചേന്ന കൗണ്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12 യൂണിറ്റ് സ്ക്വയേഴ്സ്. ഓക്കെ, 12 യൂണിറ്റ് സ്ക്വയേഴ്സ് ആണ് ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ. ഈ 12 എന്ന് പറയുന്നത് 1 2 3 4 5 6 യൂണിറ്റ് ആണ്. ഇവിടെ 2 സെന്റിമീറ്റർ 2 യൂണിറ്റ് ആണ്. അപ്പോഴത്തേക്ക് 6 × 2. അങ്ങനെയാണ് നമ്മൾ റെക്ടാങ്കിൾ ഏരിയ ലെങ്ത് ഇട്ട് ബ്രെഡ്ത്ത് എടുക്കുന്നത്. അപ്പൊ ഇവിടെ എത്ര യൂണിറ്റ് സ്ക്വയേഴ്സ് ഫിക്സ് ചെയ്യുമെന്നുള്ളതാണ് ഏരിയ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇനി വോളിയം എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര യൂണിറ്റ് ക്യൂബുകൾ. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഒരു ക്യൂബായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ യൂണിറ്റ് ക്യൂബുകൾ എത്ര എണ്ണം ഫിക്സ് ചെയ്യാൻ പറ്റും എന്നാണ്. ഇപ്പം ഈ ഒരു ക്യൂബോയിഡ് എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഈ യൂണിറ്റ് ക്യൂബുകൾ എത്ര ഫിക്സ് ചെയ്യാൻ പറ്റും എന്നാണ് വോളിയം. അപ്പോൾ വോളിയത്തിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ദ സ്പേസ് ഓക്യുപ്പൈഡ് ബൈ എ സോളിഡ് ഷേപ്പ്. ഓക്കെ, അപ്പം ഇനി ഇതാ ഞാൻ ഒരു ചെറിയ ക്യൂബോയിഡ് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ വോളിയം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയും സ്പേസ് ആണ്. ഈ സ്പേസ് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എത്ര യൂണിറ്റ് ക്യൂബ്സുകൾ. യൂണിറ്റ് ക്യൂബ്സ് എന്ന് വെച്ചാൽ എ ക്യൂബ് വിത്ത് സൈഡ് 1 യൂണിറ്റ്. ഓക്കെ, ഇവിടെ 1 2 3 4 5 6 7 8 9 10 ഉണ്ട്. 10 ആണ് ഇതിന്റെ 10 യൂണിറ്റ് ക്യൂബ്സ് ആണ് ഇതിന്റെ വോളിയം എന്ന് പറയും. അപ്പൊ ഈ 10 ഈ കൗണ്ട് ചെയ്യുന്നതും ഇതിന്റെ ലെങ്ത് ഇൻറ്റു ഇത് ക്യൂബോയിഡ് അല്ലേ, ഇതിന്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റും സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ യൂണിറ്റ് സ്ക്വയേഴ്സ് ആണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. അപ്പൊ വോളിയം ആകുമ്പോഴത്തേക്ക് യൂണിറ്റ് ക്യൂബുകൾ. ഇപ്പൊ ഈ ക്യൂബോയിഡ് എടുക്കുകയാണെങ്കിലും ഇതിനകത്ത് എത്ര യൂണിറ്റ് ക്യൂബുകൾ ഫിക്സ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഇപ്പൊ വലിയ ക്യൂബോയിഡ് ഒക്കെ ആകുമ്പോൾ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കൗണ്ട് ദ യൂണിറ്റ് ക്യൂബ്സ്. അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇത് കൗണ്ട് ചെയ്യുന്നത് ഇതിന്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റും സെയിം തന്നെ ആയിരിക്കും. അപ്പൊ നമ്മൾ വോളിയം കണ്ടുപിടിക്കുന്ന ഫോർമുല എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇനി ക്യൂബിന്റെയും സെയിം തന്നെയാണ്. ഇതിനകത്ത് എത്ര യൂണിറ്റ് ക്യൂബുകൾ ഫിക്സ് ചെയ്യാൻ പറ്റും. ഇവിടെ സ്ക്വയറിന്റെ ഏരിയ ആണെങ്കിൽ എത്ര യൂണിറ്റ് സ്ക്വയേഴ്സ് ഇതിനകത്തുണ്ടെന്ന് നോക്കും. ഓക്കെ, അപ്പൊ വോളിയം ഓഫ് എ ക്യൂബ് ആവുമ്പോൾ ഇതിനകത്ത് ഇതേപോലുള്ള ക്യൂബുകൾ എത്രയെണ്ണം ഫിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോഴത്തേക്ക് ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഒക്കെ സെയിം അല്ലേ. അപ്പോൾ ലെങ്ത്തിന്റെ ബ്രെഡ്ത്തിന്റെ ഹൈറ്റ് ഇതിന്റെ ഫോർമുല ചെയ്യുമ്പോഴത്തേക്ക് സൈഡ് തന്നെ വരും. ദാറ്റ് ഈസ് എ ആണെങ്കിൽ എ ക്യൂബ് എന്ന് വരും. അപ്പൊ ഇനി നമുക്ക് ഈ ഏരിയ വോളിയം, ഇനി വോളിയം കപ്പാസിറ്റിയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നോക്കാമേ. അപ്പൊ വോളിയം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിപ്പം ഇതിനകത്ത് സ്പേസ്, ഇത് സോളിഡ് ഷേപ്പ് ആണ്, ഇതിനകത്ത് സ്പേസ് ഉണ്ടല്ലേ. അപ്പൊ വോളിയം എന്ന് പറയുന്നത് ഈ രണ്ടെണ്ണത്തിനും വോളിയം ഉണ്ട്. ദ സ്പേസ് ഓക്യുപ്പൈഡ് ബൈ എ സോളിഡ് ഷേപ്പ്, ഇതിന് വോളിയം ഉണ്ട്. ഇനി വോളിയം കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ ക്യൂബോയിഡിനകത്ത് എത്ര ലിക്വിഡ് കൊള്ളും. അപ്പൊ ഇതിനകത്ത് ഇതാകുമ്പോഴത്തേക്ക് ഇത് ഹോളോ അല്ലേ, അപ്പൊ ഇതിനകത്ത് എത്ര ലിക്വിഡ് കൊള്ളുമെന്നാണ് കപ്പാസിറ്റി. ഓക്കെ, അപ്പൊ വോളിയം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ വോളിയം പറയും. ഇങ്ങനെ ഇതിനകത്ത് സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ കപ്പാസിറ്റി ഇതിനകത്ത് എത്ര കൊള്ളുമെന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ വോളിയം കപ്പാസിറ്റി ആയിട്ടുള്ള യൂണിറ്റിന്റെ കൺവേർഷൻ നമുക്ക് നോക്കാം. അത് ബോർഡിലാണ്. അപ്പോൾ നമുക്ക് ഏരിയയുടെയും വോളിയത്തിന്റെയും യൂണിറ്റ് ഒന്ന് നോക്കാം കേട്ടോ. യൂണിറ്റ്സ് ഓഫ് ഏരിയ ആണെങ്കിൽ നമുക്കറിയാം റെക്ടാങ്കിൾ ആണെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പൊ ഇപ്പൊ സെന്റിമീറ്റർ ആണെങ്കിൽ ഇപ്പൊ സെന്റിമീറ്റർ ഇൻറ്റു സെന്റിമീറ്റർ വരുമ്പോഴത്തേക്ക് cm സ്ക്വയർ. ഓക്കെ, നമുക്കറിയാം x ഇൻറ്റു x സ്ക്വയർ ഉണ്ട്. അപ്പൊ സെന്റിമീറ്റർ ഇൻറ്റു സെന്റിമീറ്റർ സ്ക്വയർ ഉണ്ട്. അപ്പൊ ഇതിനെ തന്നെയാണ് നമ്മൾ സ്ക്വയർ സെന്റിമീറ്റർ. ഇനിയിപ്പം നമ്മൾ ലെങ്ത്തും ബ്രെഡ്ത്ത് മീറ്ററിലാണെങ്കിൽ മീറ്റർ ഇൻറ്റു മീറ്റർ വരും, ഇസ് ഈക്വൽ ടു m സ്ക്വയർ ഓർ ഇറ്റ് ഈസ് സ്ക്വയർ മീറ്റർ. ഇതൊക്കെയാണ് നമ്മൾ ഏരിയയുടെ യൂണിറ്റ് ആയിട്ട് എടുക്കുന്നത്. മില്ലിമീറ്റർ ആണെങ്കിൽ സ്ക്വയർ മില്ലിമീറ്ററും വരും. അതിനിപ്പോൾ വോളിയം ആകുമ്പോഴത്തേക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോർമുലൈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പൊ എല്ലാ സെന്റിമീറ്റർ ആണ് ഇരിക്കട്ടെ. ഈ യൂണിറ്റ് സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് സൈഡ് ഓഫ് സ്ക്വയർ 1 യൂണിറ്റ്. അപ്പൊ അത് നമുക്ക് സെന്റിമീറ്റർ ആകാം, മീറ്ററും ആകാം, മീറ്ററോ മില്ലിമീറ്ററോ ഒക്കെ ആകാം. നമ്മുടെ റൂമിന്റെ ഒക്കെ ഏരിയ എടുക്കുമ്പോഴത്തേക്ക് 1 മീറ്റർ ആണ് ഒരു സ്ക്വയർ യൂണിറ്റ് ആയിട്ട് എടുക്കുന്നത്. ഒരു സ്ക്വയർ മീറ്റർ 1 മീറ്റർ ആയിട്ട് എടുക്കും. യൂണിറ്റ് ഓഫ് അവിടെ ഒരു യൂണിറ്റ് സ്ക്വയർ എന്ന് വെച്ചാൽ സൈഡ് 1 മീറ്റർ. ഓക്കെ, ഇവിടെ യൂണിറ്റ് ഓഫ് വോളിയം ആകുമ്പോഴത്തേക്ക്
ഇപ്പോൾ സെൻറ്റിമീറ്റർ കൊടുക്കുകയാണ്. ലെങ്ത് സെൻറ്റിമീറ്റർ ഇൻറ്റു ബ്രെഡ്ത്ത് സെൻറ്റിമീറ്റർ ഇൻറ്റു സെൻറ്റിമീറ്റർ. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് എത്രയാ? എക്സ് റേസ് ടു 3. 3x എഴുതി എച്ച് കളയരുത്. ദാറ്റ് ഈസ് എക്സ് പ്ലസ് എക്സ് ആണ് 3x. ഓക്കെ, നമ്മുടെ കുട്ടികൾ സാധാരണ മിസ്റ്റേക്ക് വരുത്തുന്ന സ്ഥലമാണത്. ഓക്കെ, അപ്പോൾ അതേപോലെ സെൻറ്റിമീറ്റർ ആകുമ്പോഴത്തേക്ക് cm³. അപ്പോൾ വോളിയത്തിൻ്റെ യൂണിറ്റ് വരുന്നത് cm³ ആണ്. അതായത് ഇത് പറയുന്നത് ക്യൂബിക് സെൻറ്റിമീറ്റർ. ഇനി മീറ്റർ ആണെങ്കിലോ മീറ്റർ ഇൻറ്റു മീറ്റർ ആകുമ്പോഴത്തേക്ക് m³ അല്ലേ? ദാറ്റ് ഈസ് ക്യൂബിക് മീറ്റർ. ഇങ്ങനെയാണ് ഏരിയയുടെയും വോളിയത്തിൻ്റെയും യൂണിറ്റ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് വോളിയവും കപ്പാസിറ്റി ആയിട്ട് വോളിയം ആൻഡ് കപ്പാസിറ്റി. നേരത്തെ പറഞ്ഞല്ലേ, വോളിയം എന്ന് പറയുമ്പോൾ സ്പേസ് ഓക്യുപ്പൈഡ് ആണ്. ഹോളോ ആയാലും അതിന് വോളിയം ഉണ്ട്, അതല്ല ഹോളോ അല്ലാത്തതായാലും വോളിയം ഉണ്ടെന്ന് പറഞ്ഞല്ലേ. ഓക്കെ, അപ്പോൾ ഇനി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അതിനകത്ത് എത്ര കൊള്ളും. ഓക്കെ, ഇങ്ങനെ ഇതിനകത്തൊക്കെ എത്ര കൊള്ളും. ഇപ്പോൾ ലിക്വിഡ് തന്നെ എടുക്കാം, എത്ര ലിക്വിഡ് ഇതിനകത്ത് കൊള്ളും. അപ്പോൾ നമ്മൾ സാധാരണ ലിക്വിഡൊക്കെ പെപ്സിയും പിന്നെ 7up ഒക്കെ ഏതിൻ്റെ അളവിൽ വാങ്ങിക്കുന്നത്? ലിറ്ററാ. കുറച്ചൊക്കെ പാലൊക്കെ വാങ്ങിക്കുന്നത് അത് ലിറ്ററിലായിരിക്കും വാങ്ങിക്കുന്നത് അല്ലേ? ലിറ്റർ. പിന്നെ ചെറിയ അളവാണെങ്കിൽ ml നമുക്കറിയാം, മില്ലി ലിറ്ററും അറിയാം. അപ്പോൾ കപ്പാസിറ്റി വരുമ്പോഴത്തേക്ക് അവിടുത്തെ യൂണിറ്റ് വരുന്നത് ലിറ്ററോ മില്ലി ലിറ്ററും ആണ്. ഇവിടെ നമുക്ക് ഒന്നുകിൽ cm³ m³. ഇപ്പം നമുക്ക് ഇതിൻ്റെ കൺവേർഷനാണ് വേണ്ടത് കേട്ടോ. കപ്പാസിറ്റി പറയുമ്പോഴത്തേക്ക് ലിറ്ററും മില്ലി ലിറ്ററും പറയും. ഇനി ഇവർ തമ്മിലുള്ള റിലേഷൻ എന്തുവാണെന്ന് അറിയാമോട്ടെ? റിലേഷൻ എന്ന് പറഞ്ഞാൽ ഞാനുണ്ടല്ലോ, ഞാൻ ഇച്ചിരി വലുതായിട്ട് വരയ്ക്കാൻ കേട്ടാ. ഒരു ക്യൂബാണ്, സ്ക്വയർ അല്ല. ഒരു ക്യൂബ് എടുത്തിട്ട് ഇത് വലുതായിട്ടില്ലേ? ഓക്കെ, അപ്പം ഈ ക്യൂബിൻ്റെ ഉണ്ടല്ലോ സൈഡ് 1 സെൻറ്റിമീറ്റർ എടുക്കുകയാണ്. ഒരു സെൻറ്റിമീറ്റർ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ വോളിയം എത്രയായിരിക്കും? വോളിയം നമുക്കറിയാം, ക്യൂബിൻ്റെ വോളിയം സൈഡിൻ്റെ സൈഡാണ്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ ഇൻറ്റു 1 സെൻറ്റിമീറ്റർ ഇൻറ്റു 1 സെൻറ്റിമീറ്റർ എന്താ കിട്ടും? 1 × 1 × 1 തന്നെയാണ് cm³. ഇതിനകത്ത് കൊള്ളുന്ന ലിക്വിഡാണ് ഒരു ml. അല്ല, മെഡിസിനൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നമ്മളൊരു സ്പൂണിൽ 5 ml ഒക്കെ എടുക്കില്ല, അല്ലെങ്കിൽ അതിൻ്റെ മെഷറിങ് ഇതുകൊണ്ടല്ലേ, മില്ലി ലിറ്റർ 5 ml. അതേപോലെ ഒരു ml എന്ന് വെച്ചാൽ നമ്മുടെ സ്നേക്ക് ആൻഡ് ലാഡറിൻ്റെ ഡൈ ഉണ്ടല്ലോ. കണ്ടോടെ നമ്മുടെ സ്നേക്ക് ആൻഡ് ലാഡറിൻ്റെ ഡൈ. ഇത് 1 സെൻറ്റിമീറ്റർ ആണ് സൈഡ് വരുന്നത് കേട്ടോ. അപ്പോൾ സ്നേക്ക് ആൻഡ് ലാഡറിൻ്റെ ഡൈ പ്ലൂറൽ ഫോമാണ് ഡൈസ് കേട്ടോ. ടീച്ചർ സാധാരണ ഡൈസ് എന്ന് പറയാറുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു cm³. ഒരു ക്യൂബിക്, ഇതിൻ്റെ വോളിയം ഒരു ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. അപ്പം ഇതിനകത്ത് എത്ര ലിക്വിഡ് കൊള്ളും, അല്ലെ എത്ര വാട്ടർ കൊള്ളും? ദാറ്റ് ഈസ് 1 ml. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെച്ചിട്ട് സാധാരണ ടീച്ചർ ഇത് കുഞ്ഞായിട്ടാണ് വരയ്ക്കുന്നത് കേട്ടോ. വ്യക്തി വലുതായിട്ട് വരച്ച് 1 സെൻറ്റിമീറ്റർ എല്ലാ സൈഡും 1 സെൻറ്റിമീറ്റർ തന്നെയാണ്. 1 സെൻറ്റിമീറ്റർ ഓക്കെ ഈസ് ഈക്വൽ ടു ഇതാണ് 1 ml. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ കൺവേർഷനാണ്. 1 cm³, അതായത് ഒരു ക്യൂബിക് സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു 1 ml. ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോട്ടെ? ഞാനിപ്പം ഇതിപ്പോൾ ഒരു ക്യൂബിക് സെൻറ്റിമീറ്റർ 1 ml അറിയാം. ഇനി ലിറ്ററിലോട്ട് ആക്കണമെങ്കിൽ ഇതിനെ ലിറ്റർ ആക്കണമെങ്കിൽ നമുക്കറിയാം ഇൻറ്റു 1000 ml ആണ് 1 ലിറ്റർ. 1000 ml ഇസ് ഈക്വൽ ടു 1 ലിറ്റർ. നമ്മൾ പാലൊക്കെ 1/2 ലിറ്റർ അല്ലേ? 500 ml ആണ് ഒരു കവർ. ഇപ്പം 2 കവർ ആകുമ്പോഴത്തേക്ക് എത്രയാകുന്നത്? 1/2 ലിറ്റർ പ്ലസ് 1/2 ലിറ്റർ ഈസ് 1 ലിറ്റർ. ദാറ്റ് ഈസ് 500 + 500 ഈസ് 1000 മില്ലി ലിറ്റർ. 1000 മില്ലി ലിറ്റർ ആണ് 1 ലിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നത് അറിയാമോ? 2 സൈഡിൽ ഒരു 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇൻറ്റു 1000 കൊടുക്കുന്നു. ഇവിടെയും ഇൻറ്റു 1000. ഇപ്പം പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പം എന്താ കിട്ടുന്നുണ്ട്? ഇവിടെ 1000 cm³. 1000 cm³ is equal to 1 into 1000 is 1000 ml. 1000 ml is 1 liter. 1 liter. Okay. അപ്പോൾ 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 cm³. അപ്പോൾ cm³ ലിറ്റർ ആയിട്ടാണ് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതായത് 1 ലിറ്റർ ഇസ് ഈക്വൽ ടു
1000 cm³ ആണ്. ഇനി നമുക്ക് വേണ്ടത് ക്യൂബിക് മീറ്ററും ലിറ്ററുമായിട്ടുള്ള ഒരു കൺവേർഷൻ ഉണ്ട് കേട്ടോ. അതാണ് നമ്മുടെ പ്രോബ്ലത്തിലൊക്കെ വേണ്ടത്. അതൊന്ന് നോക്കാം. അതായത് 1 മീറ്റർ ക്യൂബിനായിട്ട് നമുക്ക് 1 മീറ്റർ ഇൻറ്റു 1 മീറ്റർ ഇൻറ്റു 1 മീറ്റർ പ്രശ്നമൊന്നുമില്ലല്ലോ. സെയിം തന്നെയാണ്. അപ്പോൾ ഇതിനെ സെൻറ്റിമീറ്ററിലോട്ട് ആക്കിയാലോ ഈക്വൽ ടു 100 സെൻറ്റിമീറ്റർ ഇൻറ്റു 100 സെൻറ്റിമീറ്റർ ഇൻറ്റു 100 സെൻറ്റിമീറ്റർ. നമ്മൾ മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കിയത്. അപ്പോഴത്തേക്ക് ഇതിന് 100 ഇൻറ്റു 100 ഇൻറ്റു 100 വരുന്നത്. അപ്പം മൊത്തം 2 4 6 0 ഉണ്ടല്ലേ. ഞാനപ്പോൾ അതിന് 1000 ഇൻറ്റു 1000 എന്ന് കൊടുക്കുന്നു. പ്രശ്നമില്ലല്ലോ, 6 0 വരുന്നുണ്ടല്ലോ. ഓക്കെ, സെൻറ്റിമീറ്റർ cm³. ഓക്കെ, അപ്പോൾ ഒരു ക്യൂബിക് മീറ്റർ ഇസ് ഈക്വൽ ടു, അപ്പോൾ ഈ നമ്മളിത് നേരത്തെ പഠിച്ചിട്ട് 1000 cm³ ഒരു ലിറ്റർ ആണെന്ന് പഠിച്ചല്ലേ. അപ്പോൾ ഇവിടെ എന്തോ കിട്ടും, ഇസ് ഈക്വൽ ടു 1000 ഇവിടെ ഉണ്ട്. ഇതിന് പകരം നമുക്ക് ലിറ്റർ എന്ന് കൊടുക്കാം. അപ്പോൾ കിട്ടിയില്ലേ, ഒരു മീറ്റർ ക്യൂബിക് മീറ്റർ 1000 ലിറ്റർ ആണ്. അപ്പോൾ ഇതിൻ്റെ കൺവേർഷൻ നമുക്ക് പല പ്രോബ്ലത്തിലുണ്ട് കേട്ടോ. അപ്പോൾ മീറ്റർ ക്യൂബിനെ ലിറ്റർ ആക്കണമെങ്കിൽ ഇൻറ്റു 1000 കൊടുക്കണം. തിരിച്ച് ലിറ്ററിന് ക്യൂബിക് മീറ്റർ ആക്കണമെങ്കിൽ ഡിവൈഡഡ് ബൈ 1000 കൊടുക്കണം. ഈ കൺവേർഷൻ നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. ഈ ഫോമിലൊക്കെ ഒരു 10 പ്രാവശ്യം എഴുതി പഠിക്കണം കേട്ടേ. ഓക്കെ, ചിലപ്പോൾ ബസ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് വീഡിയോ.